ശ്യാമ റെഡിയല്ലേ? റെഡിയാ സർ. എന്നാ പാടിക്കോളൂ. കണ്ണനെന്നു പേര്. കണ്ണനെന്നു പേര്. രേവതി. എന്താ ശ്യാമേ? ശരി, ഒരവസരം കൂടി തരാം, പാടിക്കും. കണ്ണനെന്നു പേര്. രേവതി. സാർ, സാറല്ലേ പറഞ്ഞത് കുറച്ച് വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ലെന്ന്. ശ്യാമ നമ്മുടെ മ്യൂസിക് ഷോയ്ക്ക് അസറ്റ് ആയിരിക്കുമെന്ന്. ശ്യാമ, നമ്മൾ തോറ്റു പോരുത്. പറ്റും. ശ്യാമയ്ക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റും. സംഗീതത്തിന്റെ പേരിൽ നിന്നെ അപമാനിച്ചവരോട് പകരം ചോദിക്കാൻ ഇനിയൊരവസരം ഉണ്ടാവില്ല. ഇനി അവസരം വിട്ടുകളയരുത്. നമുക്ക് രണ്ടാൾക്കും അവരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കണം. വിട്ടുകളയരുത്. ഈ അവസരം വിട്ടുകളയരുത്. പിന്നെ തിരിച്ചു കിട്ടില്ല. ഞാനാ പറയുന്നത്. ശ്യാമയ്ക്ക് പാടാൻ പറ്റും. ശ്യാമയ്ക്ക് നല്ലോണം പാടാൻ പറ്റും. ശ്യാമയുടെ കഴിവ് എന്താന്ന് ലോകം അറിയട്ടെ. നിന്റെ അമ്മേ പോലീസ് സ്റ്റേഷനിലുണ്ട്. നീ വിസ്മയ്ക്ക് വേണ്ടി പാടിക്കഴിഞ്ഞ ആ നിമിഷം നിന്റെ അമ്മയെ റിലീസ് ചെയ്യാൻ ഞാൻ SIയെ വിളിച്ചു പറയും. പാടാൻ അറിയാത്ത വിസ്മയ ഏറ്റവും നല്ല ഗായികയ്ക്കുള്ള സമ്മാനം അതും നിറഞ്ഞ സദസ്സിൽ വെച്ച് വാങ്ങുക. വന്ന് രണ്ടാളും കൺകുളിർക്കെ കാണ്. എന്തായാലും രണ്ടാളും ഇവിടം വരെ വന്ന് കഷ്ടപ്പെട്ടതല്ലേ. സൗജന്യം എന്ന നിലയിലും ഞാനൊരു ഓഫർ തരാം. അവാർഡ് ഫംഗ്ഷൻ കഴിഞ്ഞാലേ ഇവിടെ അവരൊരു ഗംഭീര ഡിന്നർ എനിക്കായി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് വേണ്ടി നീയും കുറെ കഷ്ടപ്പെട്ടതല്ലേ. അതുകൊണ്ട് ഞാൻ കഴിച്ചു കഴിഞ്ഞ ശേഷം ബാക്കിയുള്ളത് എന്താന്ന് വെച്ചാ രണ്ടാളും മൂക്കുമുട്ടെ തട്ടിയിട്ട് പോയിക്കോ. സർ, ഞാൻ ഓക്കെയാണ്, പാടാം.
എനിക്കൊരവസരം കൂടി തരണം. ഒരേ ഒരു അവസരം. ഒരവസരം കൂടെ കൊടുക്കുന്നു. ഒരവസരം കൂടെ കൊടുത്തു. ഒരു ചാൻസ് കൂടെ കൊടുക്കണം. പ്ലീസ് സർ. ശരി, ഓക്കെ, പാടിക്കോളൂ. തയ്യാറാണ് സർ. ഞാൻ ഓക്കെയാണ്. ഞാൻ പാടിക്കോളാം. കണ്ണനെന്നു പേര് രേവതി നാള് ഉയരങ്ങളിൽ ഉയരാനൊരു രാജയോഗം മടിയിലുറങ്ങുമ്പോൾ തിങ്കളാണിവൻ മടിയിലുറങ്ങുമ്പോൾ തിങ്കളാണിവൻ സൂര്യനായി ഉണരുമെൻ കൈകളിൽ കണ്ടാലും കണ്ടാലും കൊതി തീരില്ല കണ്ണനെന്നു പേര് രേവതി നാള് ഉയരങ്ങളിൽ ഉയരാനൊരു രാജയോഗം. ഇനി ഒരു ഡിവോഷണൽ സോങ് കൂടി പാടും. കൃഷ്ണ 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 നീ ബേഗനെ ബാരോ കൃഷ്ണ നീ ബേഗനെ ബാരോ കൃഷ്ണ നീ ബേഗനെ ബാരോ 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 കൃഷ്ണ ആ, ശ്യാമയും മാനസയും കട്ടയ്ക്ക് നിൽക്കും. ഈ സീസണിലെ മ്യൂസിക് ഷോ തീ പാർന്ന പോരാട്ടമായിരിക്കും. ചാനൽ റേറ്റിംഗിൽ നമ്മൾ മുന്നിലെത്തും. അതെനിക്കിപ്പോൾ ഉറപ്പായി. ജി.കെ. സാർ, സോറി, സാറ് പറഞ്ഞതാണ് ശരി. ഓഡിഷനിൽ ആദ്യം പെർഫോം ചെയ്ത മാനസയാണ് നമ്പർ ഉണ്ടെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ശ്യാമ ശരിക്കും മാനസയെ കോമ്പറ്റീറ്റ് ചെയ്ത് നിൽക്കും. ശ്യാമയെ സെലക്ട് ചെയ്തിരിക്കുന്നു. നമ്മൾ തുടങ്ങിയിട്ട്
തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ശ്യാമയുടെ മ്യൂസിക് ജൈത്രയാത്രയാ. ശ്യാമയുടെ റിയാലിറ്റി ഷോ, അതിൽ സെലക്ഷൻ കിട്ടിയ പിന്നെ അവൾ ആരാ? അത് പറ്റില്ലല്ലോ. എന്തായാലും പണിയേറ്റു. പാട്ടുകാരിയപ്പോ ഹോസ്പിറ്റലില് കാലും വെച്ച് കെട്ടി അമ്മേന്ന് വിളിച്ച് കിടക്കുമായിരിക്കും. ഓഫീസിൽ നിന്നിറങ്ങിയ ഈ സന്തോഷം നാട്ടിച്ചു പൊളിച്ച് ആസ്വദിക്കണം. ഞാനല്ലാതെ മറ്റൊരു സെലിബ്രിറ്റി ഈ വീട്ടില് വേണ്ട. ഇവളെന്താ ഇവിടെ? അല്ല, ഇതാരെയും വന്നിരിക്കുന്നേ? അമ്മേ, അച്ഛാ, അമൃതേർത്തി, ഇതാരെയും വന്നിരിക്കുന്നെന്ന് നോക്കിക്കേ. അല്ല, ശ്യാമയ്ക്ക് സുഖാണല്ലോ അല്ലേ? അതെ, സുഖ. നോക്കിയേ. അയ്യോ, ബാൻഡേജ് ചുറ്റിയിരിക്കുകയാണോ? ഓ, ശ്യാമയ്ക്ക് എന്താ സംഭവിച്ചേ? അതാ എനിക്കും ചോദിക്കാനുള്ളത്. എന്താ പറ്റിയെന്ന്. അത് എന്നോടാണോ ചോദിക്കുന്നത്? അതെ. എന്തിനു വേണ്ടിയായിരുന്നു നിങ്ങൾ ഇത് ചെയ്ത്? എന്ത് നേട്ടത്തിന് വേണ്ടിയാ ശ്യാമയെ വണ്ടി ഇടിപ്പിച്ചെന്ന്? അച്ഛാ, ഈ അഖി എന്താ പറയുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ പണിയത്? ശ്യാമയ്ക്ക് എന്താ പറ്റിയേ? അതറിയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അഖിക്ക് അമ്മയോടും എന്നോടൊക്കെ നല്ല വാശിയുണ്ടെന്ന് എനിക്കറിയാം. അതിന് വെറുതെ ഇങ്ങനെ വന്ന് ഒരു സീൻ ഉണ്ടാക്കരുത്. എന്റെ കാര്യം പോട്ടെ, നമ്മുടെ അമ്മയെ വെറുതെ വിഷമിപ്പിക്കരുത്. എന്തായാലും അഖീം ശ്യാമയെ നേരിട്ട് വന്നിങ്ങനൊരു കാര്യം, അതും ഐശ്വര്യോട് ചോദിക്കണമെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. അരുൺ പറഞ്ഞു വരുന്നത് എന്താ? ശ്യാമയെ ബൈക്ക് ഇടിപ്പിച്ചത് ഞാനാണെന്നാ? ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ ബോധ്യായി. ഇവളെ ബൈക്ക് ഇടിച്ച കാര്യം ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ ഐശ്വര്യയുടെ അടുത്ത് എങ്ങനെയാ അത് മനസ്സിലാക്കിയേ ശ്യാമ ഇടിച്ചത് ബൈക്കാണെന്ന്? അത് പിന്നെ അഖി മുന്നേ പറഞ്ഞില്ലേ വണ്ടി ഇടിച്ചതാണെന്ന്. അങ്ങനെ വണ്ടി ആവുമ്പോ അത് ബൈക്കാവും. സ്വാഭാവികമായിട്ടും അങ്ങനെയല്ലേ വരൂ. ഐശ്വര്യ, നീ വെറുതെ ഉരുണ്ട് കളിക്കരുത്. സത്യം പറയ്, എന്തിനു വേണ്ടിയാ നീ ഇത് ചെയ്യിച്ചേ? ഐശ്വര്യ, ശ്യാമയോട് വാശിയുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെയാണോ അത് തീർക്കുന്നത്? ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് തന്നെ ഐശ്വര്യ പാപമല്ലേ? ഇപ്പൊ ഇവിടെ വെച്ച് സത്യം പറയണം, ഇല്ലെങ്കിൽ എന്റെ വിധം മാറും. സത്യം പറയാം. അച്ഛാ, ബൈക്ക് എടുപ്പിച്ചത് സത്യം തന്നെയാ. അത് അമ്മ പറഞ്ഞിട്ടാ.
സത്യമാണോ ഇവള് പറഞ്ഞത്? അത് യെസ് ഓർ നോ അത് പറയേ. റിയാലിറ്റി ഷോയിൽ ഇവള് പോകാതിരിക്കാൻ ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞപ്പോ വേണ്ടത് ചെയ്യാൻ ഐശ്വര്യയോട് ഞാൻ പറഞ്ഞു. പക്ഷേ ഇങ്ങനൊന്നും ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല. അമ്മേ, ഇത് കുറച്ച് കടന്നു കൈയായി പോയോട്ടോ. എൻ്റെ അമ്മയിൽ നിന്നും ഒരിക്കലും ഞാനിത് പ്രതീക്ഷിച്ചില്ല. അമ്മ ഇങ്ങനെയൊക്കെ ചിന്തിക്കും അമ്മേ? ഒരമ്മയ്ക്ക് അതിന് കഴിയില്ല. വസു, എന്തൊക്കെയായാലും തന്നെ കുറിച്ച് എനിക്കൊരു മതിപ്പുണ്ടായിരുന്നു. ഈ പ്രവൃത്തിയോട് കൂടി എന്റെ മനസ്സിൽ നിന്ന് നിശേഷം പോയി. കഷ്ടം. അമ്മ, ഞാൻ എന്റെ അമ്മയെക്കാളും സ്നേഹിച്ചത് വസുന്ധരാമ്മയോ? എന്നോട് എത്രയൊക്കെ വെറുപ്പ് കാണിച്ചിട്ടും എന്റെ മനസ്സിൽ ആ സ്നേഹത്തിനും ബഹുമാനത്തിനും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോ ഇത് ചെയ്യിച്ചത് അമ്മയാണെന്ന് അമ്മയുടെ നാവിൽ നിന്ന് കേട്ടപ്പോ എനിക്ക് സഹിക്കുന്നില്ല അമ്മ. വേണ്ട ശ്യാമേ, ഒന്നും പറയണ്ട. ഇത് എന്റെ അമ്മയാന്ന് പറയാൻ തന്നെ എനിക്ക് ലജ്ജ തോന്നുക. അത്രയ്ക്ക് വെറുപ്പാ, അറപ്പാ എനിക്കിപ്പോ നിങ്ങളോട്. വന്നേ, നമുക്ക് പോവാം. ഇല്ലെങ്കിൽ കയ്യിലൊരു തോക്ക് കിട്ടിയ സ്വന്തം മകനും മരുമകൾക്കും നേരെ നിറയൊഴിക്കാൻ ഇവര് മടിക്കില്ല. അമ്മേ, ഇതിപ്പോ കൈയോടെ പിടിക്കപ്പെട്ടു. ഇനിയും പിടിക്കപ്പെടാത്ത വലിയൊരു ക്രൂരത എന്റെ അമ്മ ചെയ്തിട്ടുണ്ട്. ചെയ്തു കൂട്ടുന്ന ഈ പാപങ്ങളൊക്കെ ഏത് ഗംഗയിൽ ഒഴുക്കിക്കളയോ അമ്മേ? ഇനിയെങ്കിലും അമ്മ അത് ഓർക്കുന്നത് നല്ലതാ. അമ്മേ, അമ്മയെ കുറ്റക്കാരിയാക്കാൻ വേണ്ടി ചെയ്തതല്ല.
അച്ഛൻ ഷൗട്ട് ചെയ്തപ്പോ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. അമ്മേ, അരുൺ പറഞ്ഞില്ലേ അമ്മ ഇതല്ലാതെ വേറെന്തോ വലിയ ക്രൂരത ചെയ്തിട്ടുണ്ടെന്ന്? എന്താ അമ്മ അത്? കേക്കട്ടെ. ഞാനറിയാതെ ശ്യാമയോട് അമ്മ മറ്റെന്തെങ്കിലും ക്രൂരത ചെയ്തോ? രസമുള്ളതാണെങ്കിൽ കേക്കട്ടെ അമ്മ. അമ്മ, എന്തായാലും അമ്മ നല്ല മൂഡിലല്ല. കുറ്റക്കാരിയാക്കിയതിന്റെ ദേഷ്യം അതിന്റെ ഫോൾട്ട് എന്റെ തന്നെയാ.